നമസ്കാരം, ദിയാസ് കിച്ചൻ എരമലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കൊണ്ടൊരു റെസിപ്പിയാണ്. ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ളൊരു റോസ്റ്റാണ്. ഇത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. മാത്രമല്ല കഞ്ഞി, അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 1 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലയൊന്ന് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് 2 ഇടത്തരം സവാള, കുറച്ച് കരിവേപ്പില, ടൊമാറ്റോ ഒരു ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതായതുകൊണ്ട് 1 എടുത്തേക്കുന്നത്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി അടുത്തായിട്ട് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം പാനിലോട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ കഴുകാവൂ. അതുപോലെ തന്നെ നമ്മൾ കഴുകുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഇട്ട് വെക്കല്ലേ, 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഉലച്ച് കഴുകിയെടുക്കുക. കാരണം ഇതിൽ ധാരാളം മണ്ണും അഴുക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ തല വേണമെങ്കിൽ കളയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തല എടുത്ത് കളയണം നിർബന്ധമില്ല. കാരണം തല പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ കഴുകിയോണ്ട് തന്നെ ഇതിൽ ധാരാളം വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. ഒരു 5-6 മിനിറ്റെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. പിന്നെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റെങ്കിലും എടുക്കും ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 6 മുതൽ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും, തണുക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ആ സെയിം പാനിലോട്ട് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ചധികം വെളിച്ചെണ്ണ ആവശ്യമായിട്ടുണ്ട്. അപ്പം മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിൽ 2 സവാളയാണ് എടുത്തേക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ചെറിയുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 മുതൽ 30 ചെറിയുള്ളി എങ്കിലും ചേർക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. കാരണം ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ചെമ്മീനിൽ ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷേ സവാള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാം. അപ്പോൾ സവാളയുടെ ഒരു കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ചേർക്കാം. ചേർക്കാതിരുന്നാൽ ആ ഒരു ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇതിൽ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ ഉള്ളിയൊക്കെ ഏതാണ്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം, അതായത് കുറച്ചും കൂടി ഒരു കളർ മാറിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. 2 സവാളയ്ക്ക് 2 ടൊമാറ്റോയാണ് കണക്ക്. ഇതിപ്പോൾ കുറച്ച് വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ 1 ടൊമാറ്റോ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൽ പുളി ചേർക്കുന്നില്ല, പകരം ചേർക്കുന്നതാണ് ടൊമാറ്റോ. ടൊമാറ്റോയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം, അതായത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം ടൊമാറ്റോ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ടൊമാറ്റോ കുക്കാവുന്ന സമയത്ത് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെമ്മീൻ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിനായിരിക്കണം പൾസ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അങ്ങനെ ചെമ്മീൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സമയം കൊണ്ട് തന്നെ ടൊമാറ്റോയും അത്യാവശ്യം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ടൊമാറ്റോയും സവാളയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒരു 5 മുതൽ 6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ടൊമാറ്റോയും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു ടൊമാറ്റോയുടെ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി വരികയും വേണം. ഇത് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കേടാകാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാം.
ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു റോസ്റ്റാണ്. ഇതുപോലെ കളർ മാറിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മെയിനായിട്ടുള്ളത് ആ ഒരു മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ആ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ടൊമാറ്റോയും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഒരു 2-3 മിനിറ്റെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു റോസ്റ്റിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുളക് പൊടിയുടെ കുത്തലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് ചതച്ചിട്ടുണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്തെടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. അങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മുതൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൾസ് ചെയ്ത് വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ നമ്മൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോലെ ഇപ്പം ഉണക്കച്ചെമ്മീൻ ഇടയ്ക്കൊന്ന് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം ചതച്ചെടുക്കാനായിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതായത് ഈ മസാലയും ഉണക്കച്ചെമ്മീനും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഫ്ലെയിം അധികം കൂട്ടി വെക്കേണ്ട, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ കരിവേപ്പില ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ലാസ്റ്റ് ഈ ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തതിന് ശേഷം മാത്രമേ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഏതാണ്ടായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. ഇതൊരു ചെറിയ സ്പൂണ് മാത്രം മതി നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് 1 സ്പൂൺ മാത്രം മതിയാകും നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഊണ് കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചധികം ഊണ് എന്തായാലും കഴിച്ചിരിക്കും. അടിപൊളി ടേസ്റ്റാണേ. ഇതുപോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.